ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മംഗല പാൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് കല്യാണ വീട്ടിലെ പാൽ പായസത്തിൻ്റെ റെസിപ്പി. ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണ വീട്ടിലെ പായസം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് പണ്ട് കാലത്തെ കല്യാണ വീട്ടിലെ പായസം. ഇന്ന് കുറേ ചേരുവകളൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പം പണ്ട് കാലത്തെ കല്യാണ വീട്ടിലെ പാൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന നല്ല റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 10 പേർക്ക്, അതായത് 10 കപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ സേമിയ. അപ്പോൾ സേമിയയുടെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ഭയങ്കര കട്ടിയിലായി പോകും, ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടില്ല. പായസം എപ്പോഴും കട്ടിയിലും ആവാൻ പാടില്ല, ഭയങ്കര തിന്നാവാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കൺസിസ്റ്റൻസി ആവണം പായസത്തിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അതുപോലെ സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല നേരിയ സേമിയ. അപ്പോൾ അതുപോലെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ 10 പേർക്കുള്ള പായസം ഉണ്ടാക്കുമ്പോൾ ഇത്രയും സേമിയ വേണ്ട, ഇതിലേക്കാളും കുറച്ചുകൂടെ കുറച്ചെടുത്തോളൂ. ഇങ്ങനെ നേരെ സേമിയ ആണെങ്കിൽ മാത്രം 1 കപ്പ് നിറയെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് എപ്പോഴും മിൽമ നെയ്യ് അല്ലെങ്കിൽ RKG എടുക്കുകയാണെങ്കിൽ നല്ല മണമൊക്കെ ആയിരിക്കും നമ്മുടെ പായസത്തിന്. 1 ടീസ്പൂൺ മതി കേട്ടോ ഇത്രയും ഈ സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരുപാട് നേരം ഒന്നും വറുത്തെടുക്കേണ്ട, കുറച്ചൊന്ന് ആ ഒരു കളറൊന്ന് മാറി വന്നാൽ നമുക്കപ്പോൾ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 10 പേർക്ക് അല്ലെങ്കിൽ 10 കപ്പിലോട്ടുള്ള പായസമാണല്ലോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കേണ്ടതെന്നാണെങ്കിൽ ഇതിനെ പകുതിയാക്കിയിട്ട് എല്ലാ ചേരുവകളും കട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ സേമിയ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം 1/2 കപ്പ് സേമിയ എടുക്കുക. അപ്പോൾ ബാക്കി ചേരുവകളും അതുപോലെ തന്നെ പകുതിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഒരേപോലെ തന്നെ പകുതിയാക്കുക. സേമിയൊക്കെ പ്രത്യേകിച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ഒട്ടും കൊള്ളില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സേമിയത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അതുപോലെ വറുത്ത സേമിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നെയ്യിലൊന്ന് ചെറുതായിട്ട് ആ സേമിയ ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേരുവയാണ് സാബൂനരി, അതായത് സാഗോ സീഡ്. അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം വൈറ്റ് കളറിലുള്ള സാഗോ സീഡാണ്. പല കളറിലുള്ള സാഗോ സീഡ് കിട്ടും. അപ്പോൾ പലതിനും പല വേവുമാണ്, പല ടേസ്റ്റൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഇതിനേക്കാൾ നല്ലത് വേറൊരു ട്രാൻസ്പാരൻറ്റ് കളറിലുള്ള സാഗോ സീഡ് ഉണ്ട്, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളത്തിൽ ഇതാണ് ഇട്ട് കൊടുക്കുക. ഇത് സോക്ക് ചെയ്ത് വെക്കൊന്നും ആവശ്യമില്ല. അതുപോലെ കഴുകി എടുക്കേണ്ടത് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ കൈയോടൊന്ന് തിരുമിയിട്ട് അപ്പം തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. അതിങ്ങനെ വെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് വെക്കരുത് കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നൊക്കെ. അപ്പം ഈ വൈറ്റ് കളറിലുള്ളത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ ഒന്നിങ്ങനെ കഴുകിയിട്ട് കുറച്ചൊക്കെ പൊടിഞ്ഞു പോവും, എന്നിട്ട് വേഗം എടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് പോവും ചെയ്യും, എന്നാലേ നമുക്കതിങ്ങനെ വിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടിപ്പ് പോലെ നിൽക്കും, അങ്ങനെ വിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ പ്ലേറ്റിലോട്ട് അങ്ങനെ പരത്തി വെച്ച ശേഷം അതപ്പം തന്നെ ചൂടായിട്ടുള്ള പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഓരോ ബോൾസ് ആയിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് കാണാം. ഇത് ഒരുപാട് നേരം വറുത്തൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് സാഗോണിനേക്കാളും നല്ലത് സാധാ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലുള്ളൊരു സാഗോ കിട്ടും വാങ്ങിക്കാൻ, അതായിരിക്കും നല്ലത് കേട്ടോ വൈറ്റിനേക്കാളും. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് വൈറ്റാണ്. പിന്നെ ഇതിലും ചെറിയ സാഗോ സീഡ് വാങ്ങിക്കാൻ കിട്ടും വൈറ്റ് കളറിൽ തന്നെ. അപ്പോൾ അതിനേക്കാളും നല്ലത് കുറച്ച് വലുപ്പമുള്ള സാഗോ സീഡ് കേട്ടോ വൈറ്റ് എടുക്കുവാണെങ്കിൽ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാന് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സിലോട്ട് നമുക്ക് വേണ്ടത് 3 കപ്പ് വെള്ളമാണ്. വെള്ളം ഇനിയിപ്പോൾ 1 കപ്പ് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 6 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ്, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക.
പിന്നെ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു അരക്കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോഴത്തെ പായസത്തിലൊക്കെ എല്ലാവരും ചേർക്കുന്ന ഒന്നാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പായസത്തിലോട്ട് അതൊന്നും ആരും ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ പണ്ടത്തെ പായസമാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പം വേറൊരു ടേസ്റ്റാണ് വരുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാണ്ട് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള പായസത്തിന് വേറൊരു ടേസ്റ്റുമാണ്. അപ്പം അവിടെ അത് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മിൽമ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് 2 ചെറിയ പീസ് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോൾ അവിടെ വെള്ളം തിളപ്പിക്കുന്ന സമയം കൊണ്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്രൈ ആയിട്ട് കുറച്ചൊന്ന് കൂടി പോയിട്ട് ഫ്രൈ ആയത് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെയ്യ് ഞാനിതിലോട്ട് ചേർക്കുന്നില്ല. ആ ഫ്രൈ ആക്കിയിട്ടുള്ള നെയ്യ് നമ്മൾ പായസത്തിലോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ആ വൈറ്റ് കളർ മാറും. അപ്പോൾ അതുകൊണ്ട് നെയ്യ് നമ്മൾ എക്സ്ട്രാ ചേർക്കണമെങ്കിൽ നമ്മൾ പായസം തിളയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള നെയ്യ് ചേർക്കരുത് കേട്ടോ. അത് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പം പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പഞ്ചസാര കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1 കപ്പോളം എടുത്തിട്ടുണ്ട് ഇത്രയും പായസത്തിലോട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാഗോ സീഡാണ്. അതിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാണ്ട് അങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ചൂടായിട്ട് തിളച്ച വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ സാഗോ സീഡ് വറുത്തത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒന്ന് വറുത്ത് വെച്ചതുകൊണ്ട് തന്നെ എല്ലാം വിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വെന്ത ശേഷമാണ് നമ്മളിതിലോട്ട് സേമിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവാണ്ട് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം വേവുണ്ട്. ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വറുത്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ഇത് കട്ട കുത്തി പോകുന്നില്ല കേട്ടോ. പിന്നെ ഇത് വെന്തിട്ടുണ്ടോ നോക്കില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അകത്ത് ഇങ്ങനെ കടിക്കുന്ന പരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ട്രാൻസ്പെറൻറ്റ് കളറായി മാറും. വൈറ്റ് കളറൊക്കെ പോയിട്ട് വേറൊരു കളറായിട്ട് മാറും. അപ്പോൾ വെന്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാഗോ സീഡ് ഇപ്പോൾ 1/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സേമിയ വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിൽ വറുത്തിട്ടുള്ള സേമിയാണ്. അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊക്കെ അതേപോലെ തന്നെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല നിങ്ങൾ. അപ്പം നല്ല തിൻ സേമിയ ആയതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. കട്ടിയുള്ള സേമിയ ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും കേട്ടോ, ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാബുനരിയും അതുപോലെ നമ്മുടെ സേമിയ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് ചേർക്കുന്നത്. അപ്പം ഇതിപ്പം നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്ന പാലാണ്. 2 കപ്പ് ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇതിലോട്ട് 4 കപ്പ് പാല് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 കപ്പ് പാൽ ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പായസം എന്ന് പറയുമ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പായസം അല്ലാണ്ടായി പോവും. അപ്പോൾ 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിനി ബാക്കി 2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പശുവും പാലാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും മെഷർമെൻറ്റ്സിലോട്ട് നമ്മൾ 4 കപ്പ് പാൽ വേണം. അതായത് 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കാനുണ്ട്. അത് ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ സേമിയയും അതുപോലെ സാബുനരിയൊക്കെ ഈ പാൽ നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരട്ടെ.
ഇനി നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടുള്ള അതുപോലെ ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടി വറുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെയുള്ള നെയ്യ് നമ്മൾ വറുത്ത നെയ്യ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കുന്നില്ല. കാരണം അത് ചേർത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ പോലെ ആ ഒരു വൈറ്റ് കളർ പോവും നമ്മുടെ പായസത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ചേർക്കണം എന്നാണെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാല് നമ്മൾ ചേർക്കുന്നതിന് മുമ്പുണ്ടല്ലോ സേമിയയും അതുപോലെ സാബുനരിയും കൂടി നമ്മൾ മിക്സ് ചെയ്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് നെയ്യ് നമ്മൾ സേമിയ വറുക്കുന്ന സമയത്ത് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ നെയ്യിലാണല്ലോ വറുത്തത് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നെയ്യ് എക്സ്ട്രാ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇതാ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല, ചൂടാക്കാനും പാടില്ല. അപ്പോൾ അതാണ് ഇങ്ങനത്തെ പായസത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തിളച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഈ പായസത്തിൽ കിട്ടും നമ്മൾ ഈ ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസത്തിൻ്റെ ആ ടെക്സ്ചറൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം തിളയ്ക്കുന്ന ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കിട്ടും. അതുപോലെ തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ലോണം ഈ പായസത്തിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ട് കാലത്തെ കല്യാണ വീട്ടിലെ പായസം. ആ ഒരു സെയിം ടേസ്റ്റും അതുപോലെ നമ്മൾ കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു പഴയ രുചി ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് കിട്ടും ഈ ഒരു പായസത്തിന്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കണം. അധികം കട്ടിയാവാനും പാടില്ല എന്നാൽ അധികം ലൂസാവാനും പാടില്ല. നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലും സാബുനരിയും അതുപോലെ സേമിയയും ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വായിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം പായസം. ചില സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടി വരും. ഈ മുകളിൽ പാൽ ഇങ്ങനെ വരും, അടിയിലായിരിക്കും ഈ സേമിയൊക്കെ കൂടി കിടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടി വരും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും. സേമിയയുടെ അളവും അതുപോലെ സാബുനരിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. സേമിയയുടെ അളവൊക്കെ കൂടിപ്പോയിട്ടെങ്കിൽ നമ്മൾ പായസം ഒട്ടും കൊള്ളില്ല. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി കല്യാണ വീട് സ്റ്റൈൽ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ പായസത്തിന് തിക്നെസ് കണ്ടോ, ഈ ഒരു തിക്നെസ് മതി. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടണം. അപ്പോൾ ഇനി അഥവാ ഇത് കട്ടിയായിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഇനി പാൽ ഒഴിക്കണ്ട കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് തന്നത് അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെഫാണ്. അതായത് നമ്മളെ ചെമ്പർച്ചിയുടെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇക്കടെ നാട്ടിൽ ഇതുപോലെ ഉള്ള ഐറ്റംസൊക്കെ അറിയുന്ന ഒരു ഷെഫുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ദുബായിൽ ഒരു പാലസിൽ ഷെഫാണ്. അപ്പോൾ അവർ തന്നെയാണ് ഈ ഒരു റെസിപ്പി എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല പെർഫെക്റ്റ് റെസിപ്പി തന്നെ ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.